ഇതാണ് എൻ്റെ ബൈക്ക്. നമുക്കിന്ന് ഈ ബൈക്ക് ഫുള്ളൊന്ന് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവാം. ഫുൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന് ഹെഡൊന്ന് അഴിച്ചു മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഹെഡിൻ്റെ സൈഡത്തെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റുകയാണ്. അഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ലൈറ്റായിരുന്നു. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബലം പിടുത്തത്തിനുള്ളിൽ അത് അഴിഞ്ഞ് കിട്ടി. അതിനുശേഷം നമുക്ക് ആ ഹെഡ് അങ്ങ് ഊരിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിൽ 2-3 വയറുണ്ട്. 2 ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ് അതിനകത്തുള്ളത്. ആ വയറിങ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഹെഡ് ഇതാ കൈ കിട്ടി. വാവ്, നൈസ്. നമുക്ക് എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പോകും. ഹെഡ് കൊള്ളാം. നമുക്ക് എന്നിട്ട് ഹെഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമുണ്ട്. ആ ഭാഗത്തിലെ 4 സ്ക്രൂ കാണും മൊത്തം. ആ 4 സ്ക്രൂവും കൂടെ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഒരു കൈ വന്നു. ഇതാ വന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ ഇൻഡിക്കേറ്റർ നമുക്ക് അതുപോലെ തന്നെ ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് നമുക്ക് 2000-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ ഒന്ന് പിടിക്കണം. നല്ലപോലെ മിനുസപ്പെടുത്തി എടുക്കണം. അതിനകത്തെ ഈ പഴയ ഈ പെയിൻറ്റിൻ്റെ ഇതെല്ലാം എടുത്ത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ഇതുപോലെ നല്ല ഇതാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് വേണം നമ്മൾ പെയിൻ്റ് അടിക്കാൻ. ഞാനിവിടെ അടിക്കുന്നത് ഗ്ലോസി ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റാണ്. അതാണെങ്കിൽ ഈ സ്കിന്നിന് കളറായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് നല്ല വെയിലുള്ളപ്പോഴേ ഇത് അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടിക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഈ ഫെയ്ഡായി പോകും. നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുക. അടിച്ച് നല്ല ക്ലീനാക്കി തന്നെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണാം. ഇതാണ് അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. പുത്തൻ പോലെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. പാർട്ട് 2 കാണണമെങ്കിൽ സബ്സ്ക്രൈബ്.